അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഫിഅലു മാളിയാണ്, അതായത് ഭൂതകാല ക്രിയ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിഅലു മുളാരി ആണ്, അതായത് പ്രസന്റ് ടെൻസിൽ നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുക, ഫിഅലു മുളാരി എന്ന് പറയുന്നത്. ഓക്കെ, അറബിയിൽ ഫിഅലു മുളാരിയും പറയും, അതുപോലെ തന്നെ പ്രസന്റിലും പാസ്റ്റിലും ആയിട്ട് എന്ത് ചെയ്യും, ഫിഅലു മുളാരി ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ഉദാഹരണങ്ങളൊന്ന് ഓടിച്ചു പോവാം. ഓക്കെ, ആസിലു യദിയ, ഞാൻ എന്ത് ചെയ്യുന്നു, കൈ കഴുകുന്നു. അൽബസു സിയാബൻ, സിയാബി, ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു, അണിയുന്നു. നൽഅബു ബിഖുറത്തൻ, ഞങ്ങൾ ബോൾ കൊണ്ട് എന്ത് ചെയ്യുന്നു, കളിക്കുന്നു. നംശി ഫിൽ ഹുഖൂലി, ഞങ്ങൾ പാടങ്ങളിൽ എന്ത് ചെയ്യുന്നു, നടക്കുന്നു, പാടത്തിൽ കൂടി നടക്കുന്നു. എൻബഹുൽ ഖൽബ്, പട്ടി കുരയ്ക്കുന്നു. എൻതബിഹുൽ ഹാരിസ, കാവൽക്കാരൻ എന്ന് ജാഗ്രത പാലിക്കുന്നു. തഅക്കുലു ബിന്ത്, പെൺകുട്ടി എന്ത് ചെയ്യുന്നു, കഴിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. തദ്ബുലുൽ വറദ, തദ്ബുലുൽ വറദത്ത് എന്താണ്, റോസാപ്പൂ വാടുന്നു. ഇങ്ങനെ പറയുന്ന നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, വാടുന്നു, അതുപോലെ തന്നെ കഴിക്കുന്നു, കർത്തവ്യനിർവഹണം ചെയ്യുന്നു, കുരയ്ക്കുന്നു, നടക്കുന്നു, കളിക്കുന്നു, അണിയുന്നു, അതുപോലെ തന്നെ കഴുകുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇതിൽ അംസിലകൾ വായിച്ചപ്പോൾ, ഉദാഹരണങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ട, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഫിഅലു മുളാരി എന്ന് പറയുന്നത്. നമുക്കതിൽ കുറച്ച് ബഹ്സുകൾ കൊടുത്തിട്ടുണ്ട്, വിശദീകരണം. അതൊന്ന് വായിച്ചു നോക്കിയാലോ. അൽ കലിമാത്തുൽ ഊല ഫീഹിൽ അംസിലത്തി സാബിഖത്ത് കുല്ലഹ അഫ്ആൽ. ഇതിൽ ആദ്യത്തെ ഉള്ളതൊക്കെ എന്താണ്, ഇത് ഫിഅലുകളാണ്. لأن كل منها يدل على عمل في زمن خاص، وإذا تدبرت هذا الزمن خاصا في كل منها وجدته إما حاضرا وإما مستقبلا، والفعل وعاصل يدل على حصول العسلة في زمن حاضر أو مستقبل، والفعل ألبس يدل على حصول ألبس وفي زمن حاضر أو مستقبل. يسمى كل فعل من هذا النوع فعلا مضارعا. وإذا نظرت إلى حروف الأولى في كل فعل من هذه الأفعال وأشباهها وجدته الحمزة أو نونا أو ياء أو تاء. تسمى هذه الأحرف الأربعة أحرف المضارع. هذا حروف المضارع. ഇതിൽ പറയുന്നത് നമ്മൾ തുടക്കത്തിൽ ഓരോ വെർബ് എടുത്ത് നോക്കിയാലും അതിൻ്റെ തുടക്കത്തിൽ ഓരോ അക്ഷരങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയും. അതാണ് ഹംസ ഉണ്ടാവും, താ ഉണ്ടാവും, നൂന്, യാ എന്നീ എന്ത് ചെയ്യാൻ കഴിയും, അക്ഷരങ്ങൾ കാണാൻ കഴിയും. ഇതാണെന്ത്, മുളാറഅത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഇതിന്റെ ഖാഇദ ഒന്ന് വായിച്ചു നോക്കാം. അൽ ഫിഅലു മുളാരി ഹുവ കുല്ലു ഫിഅലിൻ യദുല്ലു അലാ ഹുസൂലി അമലിൻ ഫീ സമനിൻ ഹാദിരിൻ ഔ മുസ്തഖ്ബിലിൻ വലാ ബുദ്ദ അൻ യകൂന മബ്ദൂഅൻ بحرف من أحرف المضارع وهي حمزة ونون وياء وتاء. ഇങ്ങനത്തെ 4 അക്ഷരങ്ങൾ കൂടിയതാണ് ഹുറൂഫുൽ മുളാരി എന്ന് പറയപ്പെടുന്നത്, മുളാറഅത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയാം, നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾക്കാണ് ഫിഅലു മുളാരി എന്ന് പറയുന്നത്. ഇതിന്റെ അക്ഷരങ്ങളാണ്
ഏതൊരു ഫിഅലിന്റെ മുമ്പിലും എന്തുണ്ടാവും? ഈ അക്ഷരങ്ങൾ ഉണ്ടാകും. അത്തൈന എന്ന് പറയും. ഹംസ്, താ, യാ, നൂൻ എന്നീ അക്ഷരങ്ങളാണ് ഇതിന് ഘടകങ്ങളായിട്ട് വരുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.